മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയും തല്ലി പുറത്താക്കിയതായി പരാതി. മാറമ്പിളി മഞ്ഞയിൽ സ്വദേശികളായ അബൂബക്കറും ഭാര്യ സൗജത്തുമാണ് പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായത്. 18 വർഷത്തോളം വിദേശത്തായിരുന്ന മാറമ്പിളി മഞ്ഞയിൽ അബൂബക്കറും ഭാര്യ സൗജത്തുമാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭാര്യ മരിച്ചതോടെ രണ്ടാം വിവാഹം കഴിച്ചതിന്റെ പേരിൽ മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയും തല്ലിയിറക്കിയതായാണ് പോലീസിന് പരാതി ലഭിച്ചത്. അബൂബക്കർ വിദേശത്ത് ജോലി ചെയ്തു വാങ്ങിയതാണ് 5 സെന്റ് സ്ഥലവും വീടും. അപകടത്തെ തുടർന്ന് ഭാര്യ മരിച്ച ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അബൂബക്കർ രണ്ടാമത് വിവാഹം കഴിച്ചത്. ഇത് അംഗീകരിക്കാത്ത മകൾ ഇരുവരെയും അസഭ്യം പറയുകയും മരുമകൻ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ടെന്നും അബൂബക്കർ പറയുന്നു. ഒരു വർഷം കഴിഞ്ഞ് വിവാഹം കഴിപ്പിച്ചു വിട്ടു. കഴിഞ്ഞിട്ട് ഈ ചെറുക്കന് സ്ത്രീധനമായിട്ട് എൻ്റെ വീട് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയും ഞാൻ ഒരുപാട് പ്രാവശ്യം എറണാകുളം ജില്ലയിലെ തലീട്ടുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ നമുക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് അവരത് തള്ളി കളയാണ്. അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല. എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല. ഞാൻ ഗൾഫിലായതുകൊണ്ട് 18 വർഷം ഗൾഫിലായതുകൊണ്ട് ആരുമായിട്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പോൾ പരാതി കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരണമെന്ന് ആഗ്രഹമുണ്ട് പോലീസുകാർക്ക്. പക്ഷെ വിടില്ല അവരെ. അതാണ് എന്ത് ചെയ്യും സാറേ? ആരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത്? സഹായത്തിന് ആരുമില്ല. എന്നെ കല്യാണം കഴിച്ചിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഞാൻ എന്നും പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ നോമ്പിൻ്റെ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് വന്നു. അപ്പോൾ എന്നെ ഒരുപാട് അസഭ്യങ്ങളോട് വിളിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ ഒരു കഷ്ടപ്പെട്ട ഒരു വീട്ടിൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ഞാൻ എവിടെ നിൽക്കേണ്ടത്? വില വീട്ടിലല്ലേ നിൽക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇന്നലെ അവിടെ വന്ന് ജുമാ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ കയറി. ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. 10 മണിയാകുമ്പോൾ അവൾ വന്ന് പിന്നെ വാതിൽ ചവിട്ടി അവൾ പൊളിക്കാൻ നിന്നു. അങ്ങനെ വാതിൽ കുറച്ചൊരു ഇതായിട്ടുണ്ട്, തള്ളി കളിക്കുന്നുണ്ട്. അപ്പോൾ കാക്ക വാതിൽ തുറന്നോളെ ആത്ത് കയറി കെടുക്കടി പുറത്ത്. എന്നോട് ആരും അവിടെ കെടുക്കാൻ വേശിയാണ് നീ പറ. എൻ്റെ മുടി പിടിച്ച് എന്നെ മാന്തി, എൻ്റെ കൈ പിടിച്ചൊടിച്ച്. എനിക്ക് നല്ല വേദന ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് വന്നാണ്. ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ച് 24/2/2024 കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. വന്ന് ഞാനൊരു വേശ്യായിട്ടല്ല വന്നത്. ഓളിനെ വേശ്യാന്ന് എന്നെ വിളിച്ചത്. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ആവും പ്രകാരം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് ലാസ്റ്റ് ഓളെന്റെ കൈ മുരുണ്ടി എന്നെ തള്ളിയിടാൻ നോക്കി. ഓളെന്ത് ചെയ്ത് ആ മൊബൈൽ കൈ നിലത്തുനിന്ന് വീണുപോയി. വീണപ്പോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഓള് പറഞ്ഞ് ഈ വീഡിയോ എടുത്ത് ഈ വേശ്യ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഇങ്ങനെയല്ല ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇരുവരെയും മകളും മരുമകനും ചേർന്ന് ഇറക്കി വിടുകയായിരുന്നു. പരിക്കുപറ്റിയ ഇരുവരെയും പോലീസെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദ്രോഗിയായ അബൂബക്കറിന് സ്വന്തം വീട്ടിൽ കഴിയാൻ സാഹചര്യമൊരുക്കണമെന്നപേക്ഷിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇരുവരും. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.